ഹായ് ഗേസ്, വെൽക്കം ടു ആര്യ രാജ്. ഞാൻ സുഗത. നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ് കേട്ടോ. ഇന്നേ നമുക്കൊരു പുതിയ പച്ചക്കറി പരിചയപ്പെടാം. പുതിയതെന്ന് പറഞ്ഞാൽ സാധാരണ പുതിയതല്ല, പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് കേട്ടോ. സാധാരണ എല്ലാ പച്ചക്കറിക്കും കോളിഫ്ലവർ വരെ ഒരു വർഷത്തിനകത്ത് റെഡിയാവും. 6 മാസമാകുമ്പോൾ അത് കായ്ഫലം കിട്ടി തുടങ്ങും. ഈ പച്ചക്കറി എന്ന് വെച്ചാൽ ഒരു വർഷം ആയാലാണ് പൂത്ത് തുടങ്ങുന്നത്. എൻ്റെ കണക്കിന് ഒരു വർഷമായി ഇപ്പോഴാണ് അത് പൂത്തത്. അതുകൊണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമുക്കൊരു പച്ചക്കറി നടണം, കുറച്ച് പച്ചക്കറി പറിക്കണം, കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. എന്താ, എല്ലാം നമുക്ക് ചെയ്താലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, കൂട്ടുകാർക്കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വരൂ. ഇതാണ് ബ്രോക്കോളി. ഇതാ മുട്ട് വന്ന് തുടങ്ങണതേ ഉള്ളൂ, കണ്ടോ? ഇതൊരു മൂട്, ഇതൊരു മൂട്, ഇത് 2 മൂട്. ഇതിൽ മുട്ട് വന്നില്ല, അതാ വരാറാവണതേ ഉള്ളൂ. ആദ്യം മുട്ട് വരണതിന് മുമ്പ് ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് വന്ന് കൂടി വന്ന് ഇതാണ് ഇത് മുട്ടായിട്ട് പിന്നെ വരുന്നത്. ഇത് തണുപ്പ് രാജ്യങ്ങളിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പച്ചക്കറിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇത് വ്യാപകമായി വ്യാപിച്ചു തുടങ്ങി. കണ്ടോ, ഇതൊരു മൂട്. അങ്ങനെ എനിക്കൊരു 3, 2, 5, 6, 7 മൂടുണ്ട്. കണ്ടോ 7 മൂട് ബ്രോക്കോളിനുണ്ട്. ആദ്യമായിട്ടാണ് എനിക്കിത് കിട്ടുന്നത് കേട്ടോ. കോളിഫ്ലവറൊക്കെ ഇഷ്ടംപോലെ കിട്ടി, ഞാനന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ. മറ്റ് പച്ചക്കറികൾ അതെല്ലാം എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബ്രോക്കോളിന് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് കായ്ച്ചു തുടങ്ങിയത്. ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. നാരടങ്ങിയ ഭക്ഷണമാണ്, കുടലിലെ ക്യാൻസറിനെ ചെറുക്കും, വൈറ്റമിൻ സി അടങ്ങിയതാണ്. അങ്ങനെ ഒത്തിരി രക്തക്കുഴലിലെ ക്യാൻസർ വരാതിരിക്കാൻ ഉള്ള ഒരു ബെസ്റ്റ് ഫുഡെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് തന്നെ. അങ്ങനെ ഒത്തിരി ഗുണങ്ങളും പോഷകാംശങ്ങളൊക്കെ അടങ്ങിയ ഒരു ഫുഡാണ് ബ്രോക്കോളി. ബ്രോക്കോളിനാണെങ്കിൽ നമുക്ക് ഉപയോഗവും അതുപോലെയാണ്. നമുക്ക് ഇത് വെച്ചുകൊണ്ട് നല്ല ജ്യൂസ് അടിക്കാം, പോയിട്ട് നല്ല മെഴുക്ക് വരട്ടി നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമ, അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് തണുപ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ചാണാപ്പൊടി, ആഴ്ചയിലൊരിക്കൽ ചാണാപ്പൊടി, വെള്ളം 2 നേരം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മൂട്ടിൽ പുത ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് പുത ഇട്ടില്ല, പുത മാറ്റിയിട്ട് നിങ്ങൾ കാണിച്ചു തരും. ഇതിൽ പുത ഇട്ട് കൊടുക്കണം. നമ്മൾ എപ്പോഴും ഇതിൻ്റെ മൂട്ടിലോട്ട് നമ്മൾ മണ്ണിനെ എപ്പോഴും ഇതിൻ്റെ മണ്ണ് ഇങ്ങനെ കൂട്ടി എപ്പോഴും ഇങ്ങനെ ഓരോ മൂടിൻ്റെയും സൈഡിൽ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കും. ഇതിനെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് കുറവാണ് കേട്ടോ. ഇതുപോലെ സാധാരണ ഇത് ഒരെണ്ണം മുമ്പ് ഇല്ലാതായി പോയതാണ്. ഇതുപോലെ വേര് കണ്ട ഇത്ര വേരൊക്കെ കാണുള്ളൂ, താഴ്ന്നു പോകില്ല, പുറത്തോട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, മണ്ണണച്ച് കൊടുക്കണം. ഇതിങ്ങനെ മണ്ണണച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ പരിരക്ഷിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല 2-3 മൂടുണ്ടായിരുന്നാൽ നമുക്ക് ഏകദേശം 1-2 മാസത്തേക്ക് ഈ പൂക്കൾ പറിച്ച് വെച്ചാൽ നമുക്ക് എന്നും നമ്മൾ ഉപയോഗിക്കാമെന്നുള്ളത്. ഈ ജിമ്മിൽ പോകുന്ന ജിംനേഷ്യസിനൊക്കെ അവർക്കൊക്കെ ഏറ്റവും നല്ല ഫുഡാണ്. എന്ന് വെച്ചാൽ തടി വയ്ക്കില്ല കേട്ടോ. നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഇത്രയും. ഇനി ഇത് കായ്ച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇനി നമുക്ക് ഇഞ്ചി നടാൻ പോയാലോ? കുറച്ച് ഇഞ്ചി അന്ന് ഞാൻ വെട്ടിയത് മുളച്ചിരിക്കുന്നു, അതിനൊന്ന് നടാം. അതെങ്ങനെയാണ് നടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് ഞാൻ ഇഞ്ചി നടാൻ പോകുന്നത്. ഇവിടെ ഒരിക്കൽ നട്ടിരുന്നതാണ്, അതുകൊണ്ട് ഈ മണ്ണിന് ഇളക്കമുണ്ട്. ഇവിടെ തന്നെ വീണ്ടും നടാം. നമ്മളെ വീട്ടിലെ 1-2 മൂട് ഇഞ്ചി ഉണ്ടായിരുന്ന എന്ത് എളുപ്പമാണെന്നറിയാവോ? നമുക്ക് എന്തെങ്കിലും കറി വയ്ക്കാൻ നേരത്തെ ഇച്ചിരി ഇഞ്ചി വേണം. ഇഞ്ചി നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഓടി വന്ന് ഇതിൻ്റെ മൂടൊന്ന് സൈഡ് മണ്ണൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഒടിച്ചെടുക്കാം. മൂട് അവിടെ തന്നെ നിൽക്കുന്നത് ഒടിച്ചെടുക്കാം. എന്നിട്ട് മണ്ണണച്ച് കൊടുത്താൽ അത് വീണ്ടും അവിടെ നിന്ന് അത് പൊടിച്ച് റെഡിയാവും. പിന്നെ 1 മൂട് ഇഞ്ചി എപ്പോഴും നമ്മൾ ഒരു വീടായി കഴിഞ്ഞാൽ 1 മൂട് ഇഞ്ചി എപ്പോഴും നമ്മുടെ വീട്ടുപറമ്പിലോ അല്ലെങ്കിൽ ചെടി ഗ്രോ ബാഗിലോ എന്തിനെങ്കിലും നമ്മൾ നട്ടിരിക്കേണ്ട അത്യാവശ്യമാണ്. ഒരു വയറുവേദന വന്നാൽ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് അരച്ച് വിഴുങ്ങി വെള്ളം കുടിച്ചാൽ നമ്മളെ വയറ്റിൻ്റെയൊക്കെ അസുഖം പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റും. നമുക്ക് ഓടി ഹോസ്പിറ്റലിൽ പോവേണ്ടി വരില്ല. നമ്മളെ വീട്ടിൽ തന്നെ അതൊക്കെ നമുക്ക് പ്രതിവിധി കാണാവുന്നതേ ഉള്ളൂ. നമുക്ക്
ആദ്യം ഇതിലോട്ട് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വേപ്പും പിണ്ണാക്ക്, കുറച്ച് കോഴിക്കാര. ഇത് കോഴിക്കാര ഇടാൻ കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയാണ് നടുന്നതെങ്കിൽ ഇഞ്ചി മുളച്ചിരിക്കുകയാണ്. ഇഞ്ചി എന്ന് വെച്ചാൽ ചൂടുള്ള സാധനമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഞ്ചിക്ക് നമുക്ക് കോഴിക്കാര ഇടാവുന്നതേ ഉള്ളേ. എന്നിട്ട് ഇത് കുറച്ച് ചകിരിച്ചോറ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചാല് പോലെ ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇഞ്ചിയെ നമ്മൾ ഓരോ ഈ പീസായിട്ട് ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് കാണിച്ചാൽ ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. ഒരു മൂട് ഇഞ്ചിയെങ്കിലും നമുക്ക് ഒരു വീടാകുമ്പോൾ വേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ നട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഇഞ്ചി വെട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് തിരിച്ച് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കണം. കണ്ടോ, എളുപ്പമാണ്. ഇഞ്ചിയൊക്കെ നടാൻ നമുക്ക് എളുപ്പമാണ്. കണ്ടോ, നട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇഞ്ചി നട്ടത്? പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ, എൻ്റെ കഥ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നില്ലേ, അങ്ങനെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം കൊച്ചു പ്രേമണ്ണൻ ഡയറക്റ്റ് ചെയ്ത ആ നാടക സമിതിയിൽ 1 വർഷം കഴിഞ്ഞു. ഏകദേശം 10-75 നാടകം, പക്ഷെ അത് കുറവാണ്, 1 വർഷം അതങ്ങ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പോയ തിരുവനന്തപുരത്ത് തന്നെ ഒരു സമിതി തന്നെ ആണ്. അത് സംഘകേളി എന്നാണ് ആ ട്രൂപ്പിൻ്റെ പേര്. അതിൽ നല്ലൊരു നാടകമായിരുന്നു, സന്ധ്യാരാഗം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. വിർജൻ മണപ്പുറം എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. ഡയറക്ടർ കണിച്ചുകുളങ്ങര ലാല്. പിന്നെ അത് നല്ല ഒരു നാടകമായിരുന്നു കേട്ടോ. ഒരു രാജാവ്, രാജ്ഞി, കൊട്ടാരം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരപ്പെട്ടൊരു നാടകമായിരുന്നു. അതിൽ ആർട്ടിസ്റ്റുകൾ, ഒരു കുട്ടി സുധ എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഗ്രേസി, ഞാൻ, സുധ എന്ന് പറയുന്നത്, അങ്ങനെ ഞങ്ങൾ 3 പേരായിരുന്നു ലേഡീസ്. പുരുഷന്മാരും ഒത്തിരി പേരും ഉണ്ടായിരുന്നു. യതി എന്ന് പറയുന്ന നാടക നടൻ, പിന്നെ സീരിയലിലൊക്കെ ആ നടനും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൻപിച്ച വിജയമായിരുന്നു നാടകം. ഏകദേശം നമ്മൾ 10-300 നാടകത്തോളം ആ സീസണിൽ ഞങ്ങൾ അഭിനയിച്ചു. അങ്ങനെ ഭയങ്കര രീതിയിൽ നാടകം കളിച്ച് ആ വർഷം അങ്ങനെ പൂർത്തിയായി. നാടകത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത 1-2 സീനുകളുണ്ടായിരുന്നു കേട്ടോ. ആ നാടകം തുടങ്ങുമ്പോൾ തന്നെ ഹരി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ തെയ്യം ആദ്യം തന്നെ നമ്മൾ തമ്പുരാട്ടി വന്ന് നിൽക്കുമ്പോൾ പുറത്ത് തെയ്യത്തിൻ്റെ തെയ്യം വന്ന് തെയ്യം ആടുന്നതായിരുന്നു. ഭയങ്കരപ്പെട്ടൊരു സീനായിരുന്നു. ഭയങ്കര രീതിയിൽ ആ തെയ്യത്തിൻ്റെ ആ ആട്ടവും അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഞാൻ രാജ്ഞിയായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ നമുക്കൊരു ചങ്ങലയുണ്ട്, ഒരാളെ ചങ്ങലക്കിടുന്നതായിട്ടാണ്. അതെന്ന് വെച്ചാൽ ഒരു 10 കിലോ വെയിറ്റുള്ളൊരു ചങ്ങലയാണ്. അപ്പോൾ അതിനുള്ള പടം വന്ന് ഇങ്ങനെ ചങ്ങല നീട്ടുമ്പോൾ ഞാനത് ഈ ഒറ്റ കൈ കൊണ്ട് ചങ്ങല എടുത്ത് ഇങ്ങനെ നീട്ടുന്നത് സീനും. അതുപോലെ വേറൊരു സീനുണ്ടായിരുന്നു, അവസാനം എന്നെ കുത്തിക്കൊല്ലുന്നതായിട്ട്. ആ കുത്തിക്കൊല്ലുമ്പോഴുള്ള ബാക്കിൽ നമുക്ക് എന്ന് വെച്ചാൽ അതിന് മുമ്പ് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ അകത്ത് ചെന്ന് സൈഡിൽ ചെന്നിട്ട് പുറത്തുള്ള ഒരു ബ്ലൗസ് ഇടുക. ആ ബ്ലൗസിലാണ് ഈ നമ്മുടെ കത്തിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ആക്കണം. പക്ഷെ നമുക്കത് അവിടെ തന്നെ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീനുകളായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഒരു നാടകമായിരുന്നു. ഭയങ്കര ഗംഭീര വിജയമായിരുന്നു. എവിടെ ചെന്നാലും ചോദിക്കുമായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ മുതലാളിയുടെ തന്നെ മറ്റുള്ള ആൾക്കാർ ചോദിക്കും, അന്നത്തെ ആ നടി തന്നെയാണോ എന്ന് വെച്ചാൽ അന്നൊക്കെ എനിക്ക് ഭയങ്കര വോയിസായിരുന്നു, നല്ല ബേസുള്ള നല്ല വോയിസായിരുന്നു. അതുകൊണ്ട് പ്രത്യേക ഒരു അഭിപ്രായമാണ് ആ നാടകത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തതിൽ പറയാം. ഓക്കെ, നമുക്കിനി കുറച്ച് പച്ചക്കറി പറിക്കണം. ഇന്ന് രാവിലെ എനിക്ക് ഉപയോഗിക്കാനുള്ള പച്ചക്കറി ഞാൻ അടർത്തിയില്ല കേട്ടോ. എന്തായാലും നിങ്ങളും കൂടെ കൂടിയതിന് ശേഷം പച്ചക്കറി അടർത്താമെന്ന് വിചാരിച്ച് പച്ചക്കറി പറിക്കാൻ പോയാലും വരണം അടർത്താം. ഇന്ന് എനിക്കൊരു മെഴുക്കുരട്ടിക്കുള്ള വെണ്ടയ്ക്ക, അടർത്തിയെടുത്തിട്ട് കാണിച്ചു തരാവേ. കണ്ട, ഇത് ഒരു നല്ല ടൈപ്പ് പച്ചമുളകാണ്. കണ്ട, ഇത്തരം പച്ചമുളക് എനിക്ക് മുമ്പൊരിക്കൽ കിട്ടിയതുമായിരുന്നു, നല്ല വലിയ പച്ചമുളക്. കണ്ട, നല്ല പഴുത്ത തക്കാളി, ചുവപ്പ്, നല്ല ചുമന്ന് നിൽക്കുന്ന, നല്ല ചുവപ്പ് കളറിലുള്ള.
കണ്ടോ എന്തോ ഒരു ചുവപ്പൊന്ന് നോക്കിയേ, നല്ല റെഡ് കളർ, അടർന്ന് വീഴുമെന്ന് വിചാരിച്ചു ഞാൻ, അത്രയ്ക്ക് ചുവപ്പ്. കണ്ടോ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പയർ. ഈ പയറിൻ്റെ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിത്തരാവേ. ഈ പയർ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് കിട്ടുന്നതെന്ന് എന്നോട് പലരും തിരക്കിയായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അടുത്ത് ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.